നമ്മള് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. അടുത്ത സെഗ്മെന്റ് കുറച്ച് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. യെസ്, ഗോസിപ്പ് കോർണർ. ഗോസിപ്പ് കോർണറുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു നമ്മുടെ ത്രിപ കണ്ണൂരിൽ നിന്നും ആൻഡ് ജ്യോതിർമയി ഫ്രം പാലക്കാട്. അമ്മായിയമ്മമാര് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇത്രയും എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരു അമ്മായിയമ്മമാരും ഇത്ര സന്തോഷത്തോടു കൂടിയിട്ട് ഇവൾക്ക് എന്താ എന്നെ കുറിച്ച് പറയാനുള്ളത് കേൾക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നില്ല. ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? എന്ത് പറയുന്നു അമ്മമാരെ? ആദ്യം അവരിലേക്ക് തന്നെ നമുക്ക് പോവാം. എത്രത്തോളം പറയുന്ന അറിയാലോ, നോക്കട്ടെ. ഇതുവരെ അറിഞ്ഞില്ല. ആന്റിയോ? അങ്ങനെ കുറ്റപ്പെടുത്തിയൊന്നും പറയില്ലാന്ന് തോന്നുന്നുണ്ട്. കുറ്റപ്പെടുത്തുവോ ത്രിപ? അമ്മയുടെ ഈ സ്വപ്നം നഷ്ടപ്പെടുത്തുവോ? കുറച്ചൊക്കെ നഷ്ടപ്പെടുത്തും. അതിൽ സന്തോഷമേ ഉള്ളൂ. ആഹാ, ഗുഡ്. പറയൂ ജ്യോതി. ഞെട്ടിക്കും. അപ്പൊ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഗോസിപ്സിലേക്ക് പോവാം. ജ്യോതി, നീ എന്താടി ഇന്ന് കല്യാണത്തിന് വരും വരാതിരുന്നത്? ചോദിക്കരുത് അതിനെ പറ്റി. നീ ഇവിടെ ഇരി, പറഞ്ഞു തരാം. എന്താ പറ്റി? ഇവിടെ ഇരി. പറയ്, എന്താ പറ്റിയേ? ഞാനേ കുളിച്ചോണ്ടിരിക്കായിരുന്നു ബാത്റൂമിൽ നിന്ന്. ഇറങ്ങി വന്നില്ല. എന്റെ ഓർണമെന്റ്സും എന്റെ 10-25 രൂപയുടെ സാരി എല്ലാം കൂടെ 25,000 രൂപയുടെ സാരി, അത് എന്റെ ഓർണമെന്റ്സും എല്ലാം കൂടെ എടുത്തിട്ട് ഞാനേ എന്റെ കുളിമുറി ഇതിനകത്ത് എന്റെ കട്ടിമത്ത് വെച്ചിരിക്കുന്നേ. ഇറങ്ങി വന്നാൽ ഉടനെ ഇട്ടിട്ട് പോവാലോ. അതുകൊണ്ട് എന്നെ എല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ചതായിരുന്നു. ഞാൻ കുളിമുറിന്ന് വന്നപ്പോഴേക്ക് വിട്ടളഞ്ഞ് അമ്മായിയമ്മ. നിനക്കറിയില്ല, ഞാൻ വാങ്ങിച്ച 10 പവന്റെ കട്ടിയുള്ള മാല. ഇത്രയും കട്ടി കാണോ? അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടോണ്ട് പോകാൻ പറ്റിയതായിരുന്നു. അതൊക്കെ ഇട്ട് പോയിന്ന്. എത്രമാത്രം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അറിയാം എനിക്ക്. എല്ലാം പോയി. അങ്ങ് എത്തിക്കാണോ? ഞാൻ കുളിമുറിന്ന് എണീറ്റേപ്പില്ല. അമ്മായിയമ്മ ആളെ കാണാനില്ല. ഞാനവിടെ കണ്ടില്ലേ? ആ ശാന്തിയില്ലേ, കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് നടക്കുന്ന അവളെടുത്തിരുന്ന് നല്ല സംഭാഷണമായിരുന്നു. ശാന്തിയെ കണ്ട? ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. എനിക്ക് ഈ പരദൂഷണം പറയുന്നതും കേൾക്കുന്നൊന്നും ഇഷ്ടമല്ലേ. ശാന്തിയെ കണ്ടല്ലേ? ദിവസം എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അത് ഉറപ്പാ. അത് വിട്. നീ നമ്മളെ കണ്ട? ആരടി? വത്സല. ഏത് വത്സല? നമ്മളെ ഇൻവിറ്റേഷൻ വത്സല. അവളുണ്ട്. കറുത്ത് തടിച്ച് കുറച്ചൊരു മാലൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റപ്പിൽ വന്നിരുന്നു. അങ്ങനെ ഞാനൊക്കെ നെറ്റിപ്പട്ടം കെട്ടിയ പോലെ എഴുന്നള്ളി അവളവിടെ. എല്ലാ സ്ഥലത്തേക്കും അങ്ങനെ തന്നെ പോകുന്നു. അതിന്റെ ഒരു കോലം കണ്ടില്ലേ നീ? ഒരുപാട് മാലയും ഒക്കെ ഇൻവിറ്റേഷനാണ്. എല്ലാവർക്കും അറിയാം. പ്രായം കുറച്ച് കുറഞ്ഞെങ്കിൽ കല്യാണ പെണ്ണ് വരെ മാറിപ്പോടി. അങ്ങനെ സദ്യ വായിക്ക് വെക്കാൻ കൊള്ളത്തില്ലടി. ഉപ്പും ഇല്ല പുളിയും ഇല്ല. നീ വരാണ്ട് തന്നെ. പിന്നെ പായസം ഉണ്ടല്ലോ, കഴിച്ചിട്ട് വായിക്ക് വെക്കാൻ കൊള്ളത്തില്ല. വരാൻ ഞാൻ എന്തായാലും നന്നായി. നീ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലടി. എനിക്ക് വരാൻ പറ്റിയില്ല. നീ ആണെങ്കിൽ പോയി വരികയും ചെയ്തു. ഇനി എന്തിനാ അതൊക്കെ പറയുന്നത്? എനിക്ക് ഒരു കാര്യം കേൾക്കണം. എന്താടി? ഇന്നലെ അമ്മച്ചി പറയാണ്, ചേട്ടനോട് പറയാണ്, മായാമോഹിനി സാരി വേണം. ഈ പ്രായത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. മായാമോഹിനി സാരി, പുള്ളി ബ്ലൗസ് ഇവിടെയൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് പോട്ടെ, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തിരിയുന്നു, മറയുന്നു, മുടി ചേക്കുന്നു, എന്നെ നടക്കുക ഇങ്ങനെ. ഈ പ്രായത്തിലേ നീ വാങ്ങിച്ചു കൊടുത്ത? ഞാനല്ലേ ഇവിടെ. എങ്ങനെ മോളെ വാങ്ങിക്കൊടുക്കുന്നേ? ഈ അമ്മായിയമ്മമാരൊക്കെ ഇങ്ങനെ അടി. എന്റെ അമ്മായിയമ്മ ഉണ്ടല്ലോ, ഈ പരസ്യത്തിൽ കാണുന്നൊക്കെ വാങ്ങിച്ചു കൂട്ടല്ലോ. പഴയ ഇപ്പൊ തുടങ്ങിയതാ. ഇന്നാളൊരു ഹെയർ ഓയിൽ വാങ്ങിക്കൊണ്ടു. ഹെയർ ഓയില? മുടി വളർത്തണം പോലും. ഞാൻ പറഞ്ഞു എനിക്കൊരിത്തിരി തരും അമ്മയെന്ന് ചോദിച്ചപ്പോ എന്നോട് പറയാം, നിന്റെ മുടി അവിടെ അങ്ങനെ കിടക്കട്ടെടി, ഞാൻ എന്റെ മുടി ഒന്ന് നന്നാക്കി എടുക്കട്ടെ. എന്നിട്ട് തന്നില്ല. കോഴിവാരി പോലെയാണല്ലോ കാണുന്നത്. ഞാൻ എന്നാൽ കണ്ടിരുന്നു. അത് തേച്ച പിള്ള മുടിയും കൂടി പോയി. ഞാൻ കണ്ടിരുന്നു എന്റെ അമ്മച്ചിയെ. വേറൊന്ന് കേൾക്കണടി, അതല്ല രസം. വേറൊരു രസമുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, അമ്മായിയമ്മ ഇന്നലെ ഡ്രൈവിംഗ് സ്കൂൾ ചേർന്നടി. അത് എന്തിനാന്നറിയോ? 4 വീലർ പഠിക്ക്. കാറ് ഫസ്റ്റ് ദിവസം തന്നെ വണ്ടി എടുത്ത് ഗോപാലേട്ടന്റെ മോനെ അടിച്ചൊക്കെ തെറിപ്പിച്ചു. 4 കിലോമീറ്റർ ദൂരെ പോയി വീണ് ചക്കൻ. പാവം കൊച്ചിന്റെ കാലിലിതാ ഇത്ര വലിയ മുറിവാ. ഇത്രയും വലിയ മുറിവ് ഇത്രയെങ്കിലും ഉണ്ട്. ഉണ്ടാവും. നിന്റെ വെള്ളമല്ലാണ്. അതുകൊണ്ട് നിന്നല്ല, ഡ്രൈവിംഗിൽ നിന്നെല്ലാം നിന്ന്. അതുകൊണ്ട് ഞാൻ നിർത്തിച്ച്. പിന്നെ ഇപ്പൊ അതുകൊണ്ട് വീട്ടിൽ തന്നെ സീരിയൽ കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. ടിവിന്റെ മുന്നിൽ നിന്ന് എണീക്കില്ല. സീരിയൽ അതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെ അടി. പോട്ടും കാറില്ല. ഇവിടെ എവിടെ ഷൂട്ടിംഗ് എവിടെ നടക്കുന്നുണ്ടെന്ന് കേട്ടോ? അത് ഞാനും കേട്ടു. അമ്മായിയമ്മ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എവിടെ ഒരു ഷൂട്ടിംഗ് നടക്കാണ്. വെറുതെ ഇരിക്കാണ്, നമുക്കൊന്ന് പോയി നോക്കാന്നേ. ഷൂട്ടിംഗ് നിനക്കെന്തടി വേറെ പണിയൊന്നുമില്ലേ? ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്താന്ന് എനിക്കറിയോ?
ആക്ഷൻ കട്ട് ഇത് തന്നെ അവരുടെ പരിപാടി. ഇതും കേട്ട് അവിടെ ഇരുന്ന നമ്മള് ബോറടിച്ച് ചത്തു. എങ്ങനെയാടി അതിനേക്കാള് ഈ തിയേറ്ററിൽ പോയിരുന്ന ഒരു സിനിമ ഉണ്ടാലേ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണടി. നീ പറയുന്നൊക്കെ നേര്. തിയേറ്ററിൽ പോകാനൊക്കെ എവിടെടി നേരം? 10 കൊല്ലായി തിയേറ്റർ കണ്ടിട്ട്. നിനക്ക് ഈ ഷൂട്ടിംഗ് കാണാൻ പോയെങ്കിൽ തിയേറ്ററിൽ പോയാൽ എന്താ? നീ ഞാൻ പറയണ കേക്ക്. പുതിയൊരു പരിപാടി കൂടെ ഉണ്ട് ഇപ്പൊ അമ്മച്ചിക്ക്. എന്താണെന്നറിയാം? എന്താ? വീട്ടിൽ നിന്ന് ഇറങ്ങും. കുടുംബശ്രീ തൊഴിലുറപ്പ് കെട്ടി ഒരുങ്ങി ഒരൊറ്റ പോക്കാ രാവിലെ. നല്ല കാര്യല്ലേ? കുടുംബശ്രീ എന്ന് പറയുന്ന നല്ല കാര്യല്ലേ? അത് കേക്കടി. പഞ്ചായത്ത് ഭരിക്കുന്നത് 30 എന്ന വിചാരം. ഈ രാവിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഈ പെണ്ണുങ്ങളൊക്കെ പോണത് പരിപാടിക്ക്, തൊഴിലുറപ്പിന്. ഇത് അങ്ങനൊന്നല്ല. രാവിലെ എണീറ്റ് പല്ല് തേച്ച് കുളിയും കഴിഞ്ഞ് ഉടുപ്പ് വിട്ടൊരു പോക്കങ്ങ് പോകും. എല്ലാ പണിയും ഞാൻ വേണം. എന്റെ കുട്ടികളെ നോക്കണം. എന്നൊക്കെ ചെയ്യണം എന്നറിയാം ഞാൻ. എന്തൊക്കെ പണിയാ പോട്ടെ. ഒരു ദിവസം ഞാൻ പിന്നാലെ പോയി നോക്കി. എന്താ അവിടെ സംഭവിക്കുന്നറിയേ? 3-4 പെണ്ണുങ്ങൾ ഇവിടെ കുത്തിരിക്കും. എന്നിട്ട് കാലം നീട്ടി അങ്ങോട്ട് ഇരുന്ന് ഓള മാല കണ്ടോ, ഓള വള കണ്ടോ, സാരി ഉടുത്ത് ഇങ്ങനെ നടക്കുക, മുടി ഇത്രക്കുണ്ട്. അതെപ്പോഴും അങ്ങനെ തന്നെ അടി. നീ പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയാം. പരദൂഷണം. ആണുങ്ങൾ എന്താടി? 4 ആള് കൂടുന്നിടത്ത് അവര് പോയി കഴിഞ്ഞാൽ അവരും ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ. എന്നാ പരദൂഷണം? ഈ സാരി എവിടുന്ന് അടി വാങ്ങിച്ച? ഞാനിത് കല്യാൺ സിൽക്സിന് വാങ്ങിച്ചത്. കൊള്ളത്തില്ല കേട്ടോ. എന്താ പറ്റി? എനിക്ക് ഈ കളർ ചേരില്ല. നോക്ക്, എനിക്ക് ഈ കളർ നന്നായി ചേരും. നീ വലിയ കളറുകാരി. ഞാൻ പോട്ടടി. എനിക്കില്ലേ ആ ഫുഡ് കഴിച്ചതിന്റെന്ന് തോന്നുന്നു. വയറ് വല്ലാത്ത വേദന. ഇൻഫെക്ഷനാന്ന് തോന്നുന്നു. ഞാനൊന്ന് പോട്ടെ. ശരി. ഇൻഫെക്ഷൻ നല്ലടി. എന്റെ കൊതി കൊണ്ടതാ. എങ്ങനെ സുമാരിയമ്മ നടക്കുന്നു? ഒന്നും കൂടെ ഒന്ന് കാണിച്ചേ. എങ്ങനെ നടക്കുന്നൂടെ കാണിക്കൂ പ്ലീസ്. കൃപ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ കാണുന്നില്ല എപ്പോഴും. പിന്നെ വേറെ എന്തൊക്കെയാ? അമ്മമാരുടെ അടുത്തേക്ക് പോവാം. അമ്മമാരോട് ചോദിക്കാം. അമ്മ പറയൂ മരുമോളെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ഈ ഷോക്കിംഗ് ട്രൂത്തിലെ പല കാര്യങ്ങളും ഇവർക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. രണ്ടുപേരും തമ്മിൽ തല്ലാവും. അതിനു വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ഈ ഗോസിപ്പ് കോർണറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വിചാരിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പറയാൻ വിചാരിച്ച കാര്യങ്ങൾ പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് സുമാരിയമ്മയോട് ചോദിക്കാം. അമ്മ. നന്നായിരുന്നു മോളെ. നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചു, നന്നായിട്ട് ഡയലോഗ് പറഞ്ഞു. ഡയലോഗ് പറയുമ്പോഴും ഇനിയും ശ്രദ്ധിക്കാനുള്ളത് ഈ ഓവർലാപ്പ്. നിങ്ങൾ പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പേ ഇവർ തുടങ്ങുന്നു. ഇവര് പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പേ നിങ്ങൾ തുടങ്ങുന്നു. അത് വളരെ ഫാസ്റ്റായിട്ട് പറയണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് നിറച്ച് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പറയാനൊരു ജാള്യതയൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് ഡയലോഗുകളൊക്കെ പറഞ്ഞു. പെർഫോമൻസ് വൈസ് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ടുണ്ടായിരുന്നു. വെൽ ഡൺ. താങ്ക് യു മാം. ഡോക്ടർ നന്നായിട്ട് പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ഒട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങളില്ലായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. ഓക്കെ മാം. നമുക്കപ്പോ ഇവരുടെ മാർക്സ് അറിയാം. മല്ലിക മാം, ഔട്ട് ഓഫ് 40 രണ്ടുപേർക്കും 30. അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് വളരെ നല്ലതായിട്ട് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. 30 മാർക്ക് കിട്ടിയില്ലേ? നമുക്ക് സുമാരിയമ്മയുടെ മാർക്ക് അറിയാം. സുമാരിയമ്മ. ഞാനും 30 കൊടുത്തേനെ. പക്ഷെ 5 കുറച്ചത് എന്തെന്ന് വെച്ചാല് അടുത്ത പ്രാവശ്യം പറയുമ്പം ഈ റിപ്പീറ്റേഷൻ പാടില്ല. അതുകൊണ്ട് ആൾക്ക് 25. ഓരോരുത്തർക്കും 25. കുഴപ്പമില്ല അല്ലേ? നമുക്കിനി ലതാ മാമിന്റെ മാർക്ക് അറിയാം. പെർഫോമൻസ് നല്ലായിരുന്നോണ്ട് ഞാൻ 15 തന്നെ തരുന്നു. താങ്ക് യു മാം. അപ്പോ നിങ്ങളുടെ ഈ റൗണ്ടിലെ പെർഫോമൻസിന് രണ്ടുപേർക്കും 70 മാർക്ക് വീതമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി കൂടുതൽ ജീവിതത്തിൽ മാർക്കിടേണ്ട ആൾക്കാരോട് ചോദിക്കാം ഇവരുടെ ഗോസിപ്പിനെ കുറിച്ച്. സുകുമാരിയമ്മ. എന്റെ മരുമകൾക്ക് നന്നായി പാട്ട് പാടാനറിയാം, ഡാൻസ് കളിക്കാനറിയാന്നൊക്കെ എനിക്കറിയായിരുന്നു. ഇത്ര നന്നായി എന്നെ പറ്റി പരദൂഷണം പറയാനറിയാന്ന് ഞാൻ ഇപ്പൊ അറിയാണ്. ഏതായാലും അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മോളെ വെച്ചിട്ടുണ്ട്. ആന്റി, വിജയലക്ഷ്മി ആന്റി. എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. അങ്ങനെ പരദൂഷണമായിട്ട് കേട്ടിട്ടില്ല. നടക്കുന്ന സംഭവം ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. അപ്പോ ജ്യോതിർമയി ആൻഡ് കൃപ അടുത്ത റൗണ്ടിൽ നമുക്ക് കാണാം, തകർക്കാം. ഓക്കെ. താങ്ക് യു മാം.